ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗിൽ ഞാൻ പറയാൻ പോകുന്നത് 2005 ബെസ്റ്റ് സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനമായിട്ട് ഒരു ടോപ്പ് 4 കൺട്രീസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത് വരുന്നതെന്ന് പറയുന്നത് അയർലൻഡാണ്. അയർലൻഡിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അയർലൻഡ് ഇപ്പോൾ UK ക്രൈസിസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അയർലൻഡിൽ കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അയർലൻഡിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജോലിക്കുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. ഗൂഗിള്, ആമസോൺ, അതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ അയർലൻഡിലാണ്. അപ്പോൾ അയർലൻഡാണ് വൺ ഓഫ് ദി ടോപ്പ് കൺട്രി എന്ന് പറയുന്നത്. ഇത് പിന്നെ ലിങ്ക്ഡിൻ്റെ ഒക്കെ ഒരു ടോപ്പ് ലിസ്റ്റിൽ വന്നിട്ടുള്ള കൺട്രികളെ കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഫ്രാൻസ്. ഫ്രാൻസ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ബൂമിംഗ് ആയിട്ട് വരുന്നൊരു രാജ്യമാണ്. ഒരു കഴിഞ്ഞ 2 വർഷം തൊട്ട് തന്നെ ഫ്രാൻസിൽ അത്യാവശ്യം നല്ലപോലെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം ഫ്രാൻസിലോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വർധന വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിലെ മിനിസ്റ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 2030 കൂടിയിട്ട് ഓൾമോസ്റ്റ് 30,000 എങ്ങാണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനെ വേണം. അപ്പോൾ ഫ്രാൻസ് അത്യാവശ്യം ഈ ആർട്സ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു രാജ്യമാണ്. ഫ്രാൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. മീഡിയ സ്റ്റഡീസ്, പിന്നെ ഫാഷൻ ഡിസൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫ്രാൻസ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അടുത്ത് വരുന്നത് ജർമ്മനി. ജർമ്മനി വർഷങ്ങളായിട്ട് നേഴ്സുമാർക്കൊക്കെ ഒരു ബെസ്റ്റ് പ്ലേസ് ആയിട്ട് ഉള്ള ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. ജർമ്മനി ഇപ്പോൾ സ്റ്റഡി അബ്രോഡിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ജർമ്മനിയിൽ പോകാൻ താല്പര്യം കാണിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂഷൻ ഫീസിൽ ഇളവ് കിട്ടും. ഇളവ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാതെ തന്നെ പഠിക്കാൻ പറ്റുന്ന പിന്നെ പല പ്രോഗ്രാമുകളും ജർമ്മനിയിലുണ്ട്. പക്ഷെ ജർമ്മൻ ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മസ്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ ജോലി സാധ്യതകളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ജർമ്മനിയാണ് തേർഡ് വരുന്നത്. ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. ഒരുപാട് കാഴ്സിൻ്റെ ഒക്കെ പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഉള്ള ജർമ്മനിയിലാണ്. പിന്നെ അതുപോലെ ജർമ്മനിയിൽ സ്കോപ്പ് ഉള്ള ഒരു സംഭവമാണ് എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ. ജർമ്മനിയാണ് അപ്പം ടോപ്പ് 3 വരുന്നത്. നെക്സ്റ്റ് വരുന്നത് UAE ആണ്. UAE വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇങ്ങനെ എമർജ് ചെയ്ത് വരുന്നുണ്ട്. PR പാത്വേ ഉണ്ടോ എന്ന് വെച്ചാൽ PR പാത്വേ ഇല്ല. പക്ഷെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം UAE അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം നമുക്ക് അടുത്താണ്, പോകാൻ അടുത്താണ്. അത് തന്നെയല്ല പിന്നെ അവിടെ നമുക്ക് ജോലി ഇട്ട് കഴിഞ്ഞാൽ ടാക്സ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡൻസിനോട് സംസാരിക്കാനുള്ളതാണ്. നിങ്ങൾ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡൻസിനോട് സംസാരിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് പോർട്ടലുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പോർട്ടലാണ് GD കണക്ട് എന്ന് പറയുന്നത്. GD കണക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതൊരു ഫ്രീ പോർട്ടലാണ്. അതിൻ്റെ അകത്ത് കയറി നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്റ്റുഡൻസുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അലൂമിനീസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവരോട് സംസാരിക്കുന്നത് ഈ ഒരു രാജ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ടോട്ടൽ ഒരു അവലോകനത്തിലെത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അവയർനെസ് കിട്ടും. അങ്ങനെ ഒരു അവയർനെസ് കിട്ടി പോകുന്നത് എപ്പോഴും ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോഴത്തേക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ GD കണക്റ്റിൽ കയറിയിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് മാത്രം ഏത് രാജ്യമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഫൈനലൈസ് ചെയ്യാം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട് വരെ ബൈ ബൈ.